കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ ക്ലിപ്പ് കാണാനായിട്ട് ഇടയായി. ആ ക്ലിപ്പ് അദ്ദേഹം പറയുന്നത് കൃപാസനത്തിൽ വഴിപാട് അർപ്പിക്കുന്നതും അതുപോലെ അവിടെ ഉടമ്പടി ഉറപ്പിക്കുന്നതൊക്കെ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്, ദൈവം പ്രസാദിക്കുന്നു. അദ്ദേഹം പറയുന്നുണ്ട് സുവിശേഷത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണത്. അവിടെ ഉടമ്പടി ഉറപ്പിക്കുന്നതും അവിടെ മറ്റ് കാര്യങ്ങളിലേക്ക്, കർമ്മകാര്യങ്ങളിലേക്കൊക്കെ ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഇതാണ്: മാതാവിൻ്റെ മധ്യസ്ഥൻ ഉദ്ദിഷ്ടകാര്യം നടക്കുമ്പോൾ അതിന് സാക്ഷ്യം ഇവിടെ പറയുക, അതിലൂടെ അനകാര്യങ്ങൾ മാതാവിനെയും യേശുവിനെയും അറിയുക, അതും ഒരു സുവിശേഷ പ്രചാരണം തന്നെയാണ്. യേശു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ലോകം മുഴുവൻ എൻ്റെ സുവിശേഷം അറിയിക്കും എന്നാണ്. ഇതും ഒരു സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്ന കൃപാസനം പത്രം, അത് നാനാജാതി മതസ്ഥരിലേക്ക് എത്തുകയും മാതാവിനെ വിളിച്ചപേക്ഷിക്കും അവരുടെ ദുരന്ത അവസ്ഥകളിൽ നിന്ന് അവർക്ക് രക്ഷ പ്രാപിക്കാനും കഴിയും. തീർച്ചയായും അമ്മ ജീവിക്കുന്ന ഒരു ദൈവിക ചൈതന്യമുള്ള അമ്മ തന്നെയാണ് കൃപാസന മാതാവ്. എന്താണ് സുവിശേഷം? ഇദ്ദേഹം ചിന്തിക്കുന്ന സുവിശേഷം എന്താണ്? കൃപാസനത്തിലിരിക്കുന്ന ചാരപ്പിശാചിന് ഉടമ്പടി ഉറപ്പിക്കുന്നതാണോ സുവിശേഷം? കൃപാസനത്തിലിരിക്കുന്ന ചാരപ്പിശാചിന് മുമ്പിൽ പോയി മെഴുകുതിരി, നീല മെഴുകുതിരിയും പച്ച മെഴുകുതിരിയും സാഹചര്യം അനുസരിച്ച് മെഴുകുതിരി കത്തിച്ച് 6 കൂട്ടം കാര്യങ്ങൾ കൊണ്ട് പല ചെറുതും വലുതുമായ ചാരപ്പിശാചിൻ്റെ വിഗ്രഹം എടുത്ത് എഴുന്നള്ളിക്കുന്നതാണോ അപ്പോസ്തലന്മാരെ കൊണ്ട് യേശു ചെയ്യിച്ച സുവിശേഷ വേല? എൻ്റെ ചോദ്യം അതാണ് ആ പറഞ്ഞ ചേട്ടനോട്. അപ്പോൾ ജനങ്ങളെ ഏത് രീതിയും ഈ പിശാചിൻ്റെ അടുത്തേക്ക്, ഈ കൃപാസന പിശാചിൻ്റെ അടുത്തേക്ക് ജനങ്ങളെ വലിച്ചിഴച്ച്, ചങ്ങല കെട്ടി വലിച്ചിഴച്ച് അവിടെ കൊണ്ടുപോയി ആണി അടിച്ചിടാൻ ഒരുങ്ങി നിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ആത്മാക്കളെ നശിപ്പിക്കാമെന്ന് സാത്താനുമായി നിങ്ങൾ എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് യേശുക്രിസ്തു സുവിശേഷം പഠിപ്പിച്ചത്? എങ്ങനെയാണ് ആദ്യമായി യേശുക്രിസ്തു സുവിശേഷ വേലയ്ക്ക് തൻ്റെ മക്കളെ അയച്ചത്? എങ്ങനെയാണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം 70 പേരെ അയച്ചു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും ഇങ്ങനെയാണ്: സഞ്ചിയും പൊക്കാണവും ചെരുപ്പും എടുക്കരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ആ വീടിന് സമാധാനമെന്ന് പറവിൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. ഇതാണ് കർത്താവ് ഏൽപ്പിച്ച ഒരു സുവിശേഷം എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സുവിശേഷമാണോ കൃപാസനത്തിൽ നടക്കുന്നത്? ഇവിടെ പറയുന്നു, നിങ്ങൾ സഞ്ചി എടുക്കരുത്, പൊക്കാണം എടുക്കരുത്, ചെരുപ്പ് എടുക്കരുത് എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ വേലയ്ക്ക് പോകുമ്പോൾ ഒന്നും കരുതണ്ട, ഞാനാണ് നിങ്ങളെ വിടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ അഭിഷേകത്തിലും എൻ്റെ ആത്മാവിലുമാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കുടുംബത്തിന് വന്ദനം, ഈ കുടുംബത്തിന് സമാധാനം പറയുമ്പോൾ അവിടെ മാനസാന്തരപ്പെട്ട ഒരുവൻ ആ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ക്രിസ്തു തന്ന സമാധാനം അവൻ്റെ അടുത്തേക്ക് ചെല്ലും. സ്തോത്രം, ഹല്ലേലൂയ. ആ സമാധാനം അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയും, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ആ കുടുംബത്തിലില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത സമാധാനം നിങ്ങളിലേക്ക് തന്നെ പോരുകയും ചെയ്യും. ഇതാണ് കർത്താവ് ആദ്യമായി വിട്ട സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കൃപാസനത്തിലേക്ക് പോകുമ്പോൾ ആരോടാണ് വന്ദനം, സമാധാനം എന്ന് പറയുന്നത്? മിണ്ടാതിരിക്കുന്ന, തൂത്തും തുടച്ചും കൊണ്ടിരിക്കുന്ന ചാരവിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി സമാധാനം പറയാൻ പറ്റൂ? ഇത് സ്വീകരിക്കുമോ? ഈ സുവിശേഷത്തെയാണോ നിങ്ങൾ പിശാചിൻ്റെ അടുത്ത് ഉടമ്പടി വയ്ക്കുമ്പോൾ ഇതൊരു സുവിശേഷ വേലയാണ് എന്ന് പറയുന്നത്? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം.
70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഹല്ലേലൂയ. ഇവിടെ ഭൂതത്തെ ആരാധിക്കാൻ പറയുന്നു, ഇവിടെ ഭൂതത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുന്നു കൃപാസനത്തിൽ. അവിടെ പോയി തിരികെ വന്ന 70 പേർ അവർ പോയിട്ട് വരുമ്പോൾ അതിസന്തോഷത്തോടെ പറഞ്ഞു, നിന്റെ നാമത്തിൽ 70 പേരെ കർത്താവ് ശുശ്രൂഷയ്ക്ക് അയച്ച് അവർ തിരിച്ചു വന്നത് അതിഭയങ്കരമായ സന്തോഷത്തോടു കൂടി അവർ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുക, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുക കർത്താവേ എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ ആരുടെ നാമത്തിലാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത്? സുവിശേഷമാണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ആരുടെ നാമത്തിലാണ് കൃപാസനത്തിൽ ഉടമ്പടി ഉറപ്പിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിലാണോ അതോ പ്രത്യക്ഷപ്പെട്ട ക്ലോക്ക് വിഗ്രഹത്തിൻ്റെ നാമത്തിലാണോ ഉടമ്പടി ഉറപ്പിക്കുന്നത്? ഒരു ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ എത്രായിരം രൂപ ചെലവാകുന്നുണ്ട്. ഒരു ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഉടമ്പടി ആ തിണ്ണയിൽ അവിടെ മാറിയിരുന്ന് ഇവിടെ മാറിയിരുന്ന ഓരോ കൗണ്ടറിലും പോയി ബില്ലുകളും ടോക്കനും മേടിച്ച് ജനം വളരെ വേദനിച്ച് കഷ്ടപ്പെട്ട് എന്ത് പ്രയോജനം? ഇത് സ്വർഗം കാണുന്നുണ്ടോ ഈ ഉടമ്പടി ഉറപ്പിക്കലും? സ്തോത്രം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ കൊടുക്കുന്ന ഒരു തൈലത്തിലൂടെയാണോ ഒരു ജനത്തിന് വിടുതൽ കിട്ടുന്നത്? നിങ്ങൾ കൃപാസനത്തിന്റെ പത്രം ജനങ്ങളുടെ വീടിൽ കൊണ്ടു കൊടുത്താൽ അത് സുവിശേഷ വേലയാകുമോ? ആരുടെ നാമത്തിലാണ് ആ കൊടുക്കുന്ന പത്രം? ഇനി മെഴുകുതിരി കത്തിച്ച ഏത് പാപമാണ് മോചിക്കുന്നത്? കൃപാസനത്തിൽ കളറ് മാറി മാറി കത്തിക്കുമ്പോൾ വലിയ കൊട്ടിഘോഷിക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരുപാട് ജനങ്ങളെ വഞ്ചിച്ച് നരകത്തിലേക്ക് തള്ളിവിടുന്ന ഈ ആലപ്പുഴ കൃപാസനത്തിലിരിക്കുന്ന കൊച്ചമ്മ, കാരണം സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഇടുങ്ങിയതും അത് ചുരുക്കവും എത്രേ, നരകത്തിലേക്ക് പോകുന്ന വഴി അതിവിശാലമാണ്. ഇന്ന് അവിടെയുള്ള വഴി അതിവിശാലമാണ്. ലക്ഷങ്ങൾ വന്ന് അനേകര് നരകത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പാതാള ഗുഹയായി കൃപാസനം എന്ന സ്ഥാപനം ഇന്ന് കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കുക, അനേക വ്യക്തികൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക കുടുംബങ്ങൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ. അനേകർ ക്യാൻസർ ബാധിച്ച് നടക്കുന്നുണ്ടല്ലോ. എന്തിനാ? ജോസഫച്ചന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ടാണോ കണ്ണാടി വെച്ചേക്കണേ? എന്തിനാ? പേടിച്ചു ഭയന്നിട്ടല്ലേ ഇന്ന് മാസ്ക് ധരിച്ചേക്കണേ? ഇത്ര ശക്തി അവിടെ ഇരിക്കുന്ന ഈ കൃപാസന വിഗ്രഹത്തിന് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ്? ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ അത്യാസനം പറയണം. ഈ വന്ന പാവങ്ങളുടെ കാശ് തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തിട്ട് പല പേരുകളിലും പല നാമങ്ങളിലും പല കളറുകളിലുള്ള മെഴുതിരി കത്തിക്കാനും അവിടെയുള്ളവരുടെ ധാർഷ്ട്യമായ സംസാരിച്ച് പല ജനങ്ങളും ആ കൊച്ചമ്മയുടെ മുമ്പിൽ ഇങ്ങനെ മുഴങ്കാലും അടക്കി ഭയഭക്തിയോടെ ആ പിശാചിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനറിയാം ഇത് കളിപ്പീരാണ്. പക്ഷേ കിട്ടുന്ന കാലം വരെയും കിട്ടാവുന്നത് മുഴുവൻ മേടിച്ച് സേവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇതറിയാൻ പാടില്ലാത്ത കുറെ കോമരങ്ങൾ, കുറെ കുഞ്ഞാടുകൾ ഇതിന്റെ മുമ്പിൽ പോയി മുഴങ്കാലും അടക്കുന്നു. എന്നിട്ട് ആന്തരിക മനസ്സിൽ കൊണ്ട് ശരിയാക്കിയ കുറെ കാര്യങ്ങൾ സത്യമാണല്ലോ സത്യമാണല്ലോ നടന്നല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നു. അതല്ല ഇന്ന് അവിടെ നടക്കുന്നത്. അല്ലാതെ അതിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാത്ത കുറെ സാക്ഷ്യ പേപ്പറുകൾ എഴുതി ഇത് ഉടമ്പടി പത്രമാണെന്ന് എഴുതി പാവങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതും ഒരുപാട് പണച്ചെലവോടുകൂടി. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തു നിന്ന് മെഴുകുതിരി മേടിക്കാൻ പാടില്ല, അത് വെഞ്ചരിച്ചതല്ല. പുറത്തു നിന്ന് എണ്ണ അകത്തേക്ക് കയറ്റിത്തില്ല, അത് പാപമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഈ ജനങ്ങൾ പോയി മേടിക്കണം. ഞങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനമാണ് അത്. അതുകൊണ്ട് എല്ലാവരും അതിൽ നിന്ന് മേടിക്കണം. അതും ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയാണോ? അതെയോ? അതും ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തു വിട്ട അപ്പോസ്തലന്മാരുടെ സുവിശേഷ വേലയാണോ? ഇനി ഉടമ്പടിയുടെ കാലാവധി 30 ദിവസമാകുമ്പോൾ പത്രവുമായി ചെല്ലണം. എന്തിനാണ്? മെഴുകുതിരി മേടിക്കാൻ. കാരണം ഹോസ്പിറ്റലിൽ ഒരു രോഗി പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും, നിങ്ങളെ ഒരു 30 ദിവസം കഴിയുമ്പോൾ എനിക്ക് നിങ്ങളെ കാണണം, ചെക്കപ്പ് ചെയ്യണം. അതുകൊണ്ട് ഈ മെഡിസിൻ കഴിച്ചതിൻ്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടെന്ന് അറിയേണ്ടതിന് നിങ്ങൾ 30 ദിവസം കഴിയുമ്പോൾ വരണം, ബാക്കി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. അവധി 90 ദിവസമുള്ളൂ, വീണ്ടും ഉടമ്പടി എടുക്കണം. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെയാണോ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ വേല എന്ന് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നതിനെ പറയുന്നത്?
അതങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ അവസാനത്തോളം ഇങ്ങനെ ഓടിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 28-ാമത്തെ വാക്യം 10-ാം വാക്യം നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ വാക്യം വിട്ടവരെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്ക് ഇതാണ്: നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. കർത്താവ് സുവിശേഷ വേലയ്ക്ക് വിട്ടവരുടെ കർത്താവ് പറഞ്ഞതാണ്: നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്നെ തള്ളുന്നവൻ ഞാൻ എന്നെ അയച്ചവനെ തള്ളുന്നു. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് കർത്താവ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവ് ഞാനാണ്. നിങ്ങളുടെ അകത്തിരിക്കുന്നത് ഞാനാണ്. നിങ്ങളെ അകത്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തെ പ്രഘോഷിക്കുമ്പോൾ അത് കാതു തുറന്ന് കേൾക്കുന്നവൻ, അവൻ കേൾക്കുന്നത് എന്നെയാണ് കേൾക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കൃപാസനത്തിൽ ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ, കൃപാസനത്തിൽ കിടന്ന് മെഴുകുതിരി കത്തിക്കുമ്പോൾ ആരുടെ വാക്കാണ് അവിടെ കേൾക്കുന്നത്? ചാരപ്പിശാചിന്റെ വാക്കാണോ? ഞാൻ ഒരിക്കലും യേശുവിൻ്റെ അമ്മയെ പറയത്തില്ല, അത് സ്വർഗ്ഗരായിത്തിരിക്കട്ടെ. അതിൻ്റെ പ്രതീകമായി ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന ആ ചാരവിഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത് ഞാൻ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അത് കേൾക്കുമ്പോൾ ആരുടെ വാക്കാണ്? നേരെ ഓപ്പോസിറ്റ് പിശാചിന്റെ വാക്കാണ് കേൾക്കുന്നത്. പിശാചിന്റെ വാക്കാണ് കേൾക്കുന്നത്. 2 കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. എന്ന് വെച്ചാൽ പിശാചിന്റെ വാക്ക് തള്ളിക്കഴിഞ്ഞാൽ, ജോസഫച്ചനെ കേൾക്കാതിരുന്നാൽ ആരെ തള്ളിക്കഴിഞ്ഞു? PP ജോസഫച്ചനെ തള്ളിക്കളഞ്ഞു. ജോസഫച്ചനെ തള്ളിക്കളയുമ്പോൾ എന്ത് ചെയ്യുന്നു? വരുമാനം കുറയുന്നു. തീർന്നു, കഥ തീർന്നു, കഥ. അതല്ലേ ഇന്ന് നടക്കേണ്ടത്? യഥാർത്ഥത്തിൽ നിങ്ങൾ സുവിശേഷ വേലയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക, ജനങ്ങൾ അതും കേട്ട് വിശ്വസിക്കും. എന്നാൽ അവിടെ നടക്കുന്നതിനേക്കാൾ ഉറപ്പും ധൈര്യവും ഉള്ളതാണ് അത്യുന്നതന്റെ സുവിശേഷ വേല. സ്തോത്രം, ഹല്ലേലൂയ. ദുരുപദേശങ്ങള് ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്ത് വല്ലാതെ ജനങ്ങളെ പറ്റിച്ച് ഈ ചാരത്തിന് അടിമയാക്കി വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വാദിക്കുന്ന ഒരു ദിവസം വരും. വിശുദ്ധ മത്തായി സുവിശേഷം അതിൻ്റെ 28-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്താണ് സുവിശേഷ വേല എന്ന്. കർത്താവ് പറഞ്ഞ സുവിശേഷ വേല ഏതാണെന്ന് നോക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 28-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, 19-ാമത്തെ ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളോടും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് കർത്താവ് സ്ഥാപിച്ച സുവിശേഷം. ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്തോത്രം, ഹല്ലേലൂയ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, മാതാവിന്റെ അവിടെ ഇരിക്കുന്ന ചാരപ്പിശാചിന്റെ നാമത്തിലല്ല, പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി എന്താ സകല ജാതികളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ദുരുപദേശങ്ങളിലൂടെ, ഒരുപാട് മയക്കൽ വർത്താനങ്ങളിലൂടെ ജനങ്ങളെ ഇന്നും യഥാർത്ഥമായ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ചാരപ്പിശാചുക്കളുടെ അടുക്കലേക്ക് ജനങ്ങളെ അടുപ്പിച്ച് ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആയതിനാൽ നിങ്ങൾ തിരിച്ചറിയണം, ഏക രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഏക വിടുതൽ അത്യുന്നതനായ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ് കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.